ഹായ്, വെൽക്കം ടു ഹാലൂസ് ഫാമിലി. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഡയറ്റ് പ്ലാനിനോട് ചേർന്ന് ഞാനൊരു ചിക്കൻ സാലഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സാലഡിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അടിപൊളി ചിക്കൻ സാലഡാണ്. നിങ്ങളെല്ലാവരും ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട ഒരെണ്ണമാണ്. അതിൽ കുറച്ച് മൈദ ചേർത്തിരിക്കുന്നതായിരിക്കും അത് ബാഡ് കമൻ്റായിട്ട് വരുന്നത്. 1 സ്പൂൺ മൈദയൊന്നും ചേർക്കുന്നത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചിക്കൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് നല്ല കഴുകി വൃത്തിയാക്കി 5-6 കഷ്ണം ചിക്കനും 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയതും ഒരു 2 ഇഞ്ച് ഇഞ്ചി 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ഉപ്പും ചേർത്ത് വേവിക്കുകയാണ്. വേവിച്ചതിന് ശേഷം നമുക്ക് ആ ചിക്കൻ സെപ്പറേറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേറെയും സെപ്പറേറ്റ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതിനകത്ത് ക്രഷ് ചെയ്ത് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ചിക്കനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് തണുക്കുമ്പോൾ ഒന്നുകിൽ കൈകൊണ്ട് പിച്ചെടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഒന്ന് എല്ല് മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്തൊക്കെ വെജിറ്റബിളാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 വെജിറ്റബിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെജിറ്റബിൾ എന്ന് പറയാൻ ക്യാപ്സിക്കം ആണ്. ഒരു പിടി ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു അരപ്പിടി ക്യാബേജ് എടുത്തിട്ടുണ്ട്, ഒരു പിടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള. അപ്പോൾ ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുക്കുംബറൊക്കെ ചേർക്കാവുന്നവർക്ക് ചേർക്കാം, വേറെ വെജിറ്റബിൾസ് ചേർക്കേണ്ടവർക്കൊക്കെ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്കിലേക്ക്, അടുപ്പിൽ വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് 1 സ്പൂൺ മൈദ ഒന്ന് കലക്കി, 1 സ്പൂൺ മൈദ വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ചൊന്ന് ഒരു സോസ് കണക്കൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സാലഡിനൊരു ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു അല്പം ഒറിഗാനോ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. നമുക്കൊരു മണവും രുചിയും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഴിക്കാനൊരു ഇഷ്ടം തോന്നുള്ളൂ. എന്നിട്ട് ഈ വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതായത് ഈ ക്യാപ്സിക്കം ഒന്നും പച്ചയ്ക്ക് തിന്ന് നമുക്കത്ര ശീലമില്ല. കഴിക്കുന്നവരുണ്ടാവും, പക്ഷേ എനിക്കത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ മിക്സിയിലേക്ക് അതിട്ടിരിക്കുകയാണ്. മിക്സ് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ മുമ്പേ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് അതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ പിച്ചി എടുത്ത് വെച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ ചിക്കൻ സാലഡ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാലഡാണ്. നമ്മൾ എണ്ണ അധികം ഉപയോഗിക്കുന്നില്ല. എണ്ണ അധികവും നല്ല എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല ഇതിനകത്ത്. നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നേ ഇല്ല. അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചിട്ട് നമുക്ക് ഒരു മടുപ്പും തോന്നില്ല. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഒരു നേരത്തെ നിങ്ങൾക്കുള്ള ഒരു ഫുഡായിട്ട് എടുക്കാം. ഇത് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ട കേട്ടോ. ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. നമുക്ക് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാലഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.